പരിണാമവാദം ഒരു ശാസ്ത്ര സിദ്ധാന്തം എന്ന നിലയിൽ മതത്തിന് സമ്പൂർണമായും എതിരാണോ? ആഗോളതലത്തിലെ നിരീശ്വരവാദത്തിന്റെ മിശിഹ റിച്ചാർഡ് ഡോക്കിൻസിൽ തുടങ്ങി കേരളത്തിലെ യുക്തിവാദികൾ വരെ തങ്ങളുടെ ദൈവനിഷേധ പദ്ധതികളുടെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പരിണാമവാദത്തെയാണ്. The whole enterprise of evolutionary biology is to explain how you get prodigious complexity and design from virtually nothing. ഇത്തരം തെറ്റിദ്ധാരണകൾ നിമിത്തമാവണം മതലോകത്തെയും ദൈവകേന്ദ്രിതമായ വിജ്ഞാനീയങ്ങളെയും സംരക്ഷിച്ചു നിർത്താൻ അവശ്യം വേണ്ടുന്ന ഒന്നായി പരിണാമ വിമർശനത്തെയും നിഷേധത്തെയും മതവക്താക്കളും മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ? ഒന്നല്ലെങ്കിൽ മതം അല്ലെങ്കിൽ ശാസ്ത്രം എന്ന നിലയിൽ ബൈനറികൾ സൃഷ്ടിക്കുന്നത് എത്രത്തോളം കൃത്യമാണ്, ഗുണകരമാണ് അല്ലെങ്കിൽ അഭികാമ്യമാണ്? മതത്തെയും ശാസ്ത്രത്തെയും പകുത്ത് തെറ്റായ അതിർവരമ്പുകൾ തീർക്കുന്ന ഇത്തരം കെണികളിൽ പെട്ടുപോകാതെ പരിണാമവാദം എന്ന ഈ ആധുനികമായ ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ലേ? പരിണാമവാദം ഒരു ശാസ്ത്ര വിഷയമാണ്. അതിനെ അങ്ങനെ പരിഗണിക്കുമ്പോൾ അത് ഉയർത്തുന്ന ദൈവശാസ്ത്രപരമായ വെല്ലുവിളികൾ ഏതൊക്കെയാണ്? മുസ്ലിം ജ്ഞാന പാരമ്പര്യത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വെല്ലുവിളികളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അശ്അരി കലാമിന്റെ പരിപ്രേക്ഷ്യത്തിൽ ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് നാം ഇവിടെ ശ്രമിക്കുന്നത്. മുസ്ലിം വിശ്വാസങ്ങളെ യുക്തിപരമായി വിശദീകരിക്കാനുള്ള ചരിത്രപരമായ ശ്രമങ്ങളിൽ നിന്നാണ് ഇൽമുൽ കലാം എന്ന വിജ്ഞാനീയം രൂപപ്പെടുന്നത്. ഇൽമുൽ കലാമിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സ്കൂളാണ് അശ്അരി കലാം. അശ്അരി ചിന്തയുടെ അടിസ്ഥാനങ്ങൾ ദൈവീകമായ സർവശക്തിയെ കേന്ദ്രീകരിച്ചുള്ളതാണ്. എല്ലാത്തിനും അതീതമായി അനുനിമിഷം പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരമാധികാരത്തെ ദൈവശാസ്ത്രപരമായി സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ മെറ്റാഫിസിക്കൽ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് മുസ്ലിം തത്വചിന്താ പാരമ്പര്യത്തോട് അവർ നടത്തിയ ദീർഘമായ സംവാദങ്ങളുടെ ചരിത്രമുണ്ട്. ഈ സംവാദങ്ങളെ പിന്തുടർന്ന് മതവും ആധുനിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി സൂചനകളും നമുക്ക് വായിച്ചെടുക്കാം. കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച്, പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് കലാമിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ താത്വികമായ അടിത്തറകളെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ അവയ്ക്ക് നിസ്സംശയം സംഭാവന ചെയ്യാൻ കഴിയും. പരിണാമ സിദ്ധാന്തത്തെ എടുക്കാം. അവ തീർച്ചയായും തത്വചിന്താപരമായ ദൈവശാസ്ത്രപരമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. മതവിശ്വാസത്തെ തകിടം മറിക്കാൻ ശേഷിയുള്ള അതിൽ നിന്ന് രൂപപ്പെടുന്ന നിരവധിയായ ആശയങ്ങളുണ്ട്. എന്നാൽ ഈ ആശയങ്ങളും പരിണാമവാദവും ഒന്നാണെന്ന് കരുതരുത്. പരിണാമ സിദ്ധാന്തം സ്വീകരിക്കുക വഴി വന്നു ചേരുന്ന ഇത്തരം പ്രശ്നങ്ങളെ അശ്അരി ചിന്തയുടെ ഘടനയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഒരു ശാസ്ത്ര സിദ്ധാന്തം എന്ന നിലയിൽ പരിണാമവാദത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ എന്നതാണ് നാം പരിശോധിക്കുന്നത്. 4 പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് പരിണാമവാദം ഉയർത്തുന്നതായി കരുതപ്പെടുന്നത്. ഒന്നാമത്തേത് പ്രകൃതിവാദമാണ്. പ്രകൃത്യാതീതമായതിനെയെല്ലാം നിഷേധിക്കുന്ന ഒന്നിനെയാണ് ഇവിടെ നാച്ചുറലിസം, പ്രകൃതിവാദം എന്ന് സൂചിപ്പിക്കുന്നത്. ജീവിവർഗങ്ങളെല്ലാം പരിണാമത്തിലൂടെ ഉത്ഭവിക്കുന്നു എന്ന് സ്ഥാപിക്കുക വഴി പ്രകൃത്യാതീതമായതിനെ പരിണാമവാദം നിഷേധിക്കുന്നു എന്നതാണ് ഇവിടെ പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ ഇത് പരിണാമവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണോ? അല്ല. ആധുനിക ശാസ്ത്രത്തിലെ ഏതാണ്ട് എല്ലാ സിദ്ധാന്തങ്ങളും സമാനമായ അടിത്തറയിലുള്ളതാണ് എന്ന് കാണാം. അതായത് ഇത് പരിണാമവാദത്തിന്റെ മാത്രം പ്രശ്നമല്ല, ശാസ്ത്ര സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫിക്കൽ പ്രോബ്ലമാണ് എന്നർത്ഥം. ഇവിടെ പ്രകൃതിവാദത്തെ അതിന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ ന്യൂയാൻസ്ഡ് ആയിട്ട് വായിക്കാവുന്നതാണ്. ചിലത് രീതിശാസ്ത്രപരമാണ്, മറ്റു ചിലത് തത്വപരമാണ്. മെത്തഡോളജിക്കൽ നാച്ചുറലിസം അല്ലെങ്കിൽ ഫിലോസഫിക്കൽ നാച്ചുറലിസം എന്ന ഒരു വിഭജനം സാധ്യമാണ്. ആദ്യത്തേതിനെ അതിന്റെ രീതിശാസ്ത്രപരമായ ഒരു സമീപനം എന്ന നിലയ്ക്കാണ് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കുന്നത്. ഒരു മെത്തേഡ് എന്ന നിലയിൽ, രീതിശാസ്ത്രം എന്ന നിലയിൽ ഭൗതികാതീതമായതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ തങ്ങളുടെ അന്വേഷണത്തിൽ കൃത്യമായ ഭൗതിക കാരണങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നുള്ള ശാസ്ത്രത്തിന്റെ തിരിച്ചറിവാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രകൃത്യാതീതമായത് ശാസ്ത്രത്തിന്റെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ളതോ അതിനെ വിശദീകരിക്കാൻ കഴിയാത്തതോ ആണ് എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. ശാസ്ത്രത്തിന്റെ കൃത്യമായ പ്രവർത്തന രീതിക്ക് വേണ്ട അതിരുകളെ നിർണ്ണയിക്കുകയാണിത്. ശാസ്ത്രത്തിന് അതിന്റെ മേഖലയിൽ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ഭൗതികമായ വിശദീകരണങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണത്. ഈ ഒരു അർത്ഥത്തിൽ ശാസ്ത്രത്തിന് വേണ്ടുന്ന ഒന്നായി മെത്തഡോളജിക്കൽ നാച്ചുറലിസത്തിനെ സ്വീകരിക്കുന്നതിൽ അശ്അരി ചിന്തയ്ക്ക് എന്തെങ്കിലും തടസ്സമുള്ളതായി കാണുന്നില്ല. ഇനി ഫിലോസഫിക്കൽ നാച്ചുറലിസം ചെയ്യുന്നത് തത്വപരമായി പ്രകൃത്യാതീതമായത് ഇല്ല എന്ന അർത്ഥത്തിൽ അതിനെ നിഷേധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അശ്അരി കലാം അവിടെ ഈ ചിന്തയുമായി ഏറ്റുമുട്ടും.
ഇവിടെ പരിണാമവാദത്തെ മറ്റേത് സിദ്ധാന്തത്തെയും പോലെ ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രപരമായ തലത്തിൽ ഒരു ശാസ്ത്രീയ സിദ്ധാന്തമായി സ്വീകരിക്കുന്നതിൽ അഷ്അരി കലാമിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.